പ്രഡിക്ഷൻ നാളത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നാളെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിനൊന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ 100 എന്നൊന്ന് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ എക്സാമിന്, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ലെസൺസ്: ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എ ട്രിപ്പ് ടു ഹോട്ട് സ്പ്രിംഗ്, ലാഫിംഗ് സോങ്, ദ വേൾഡ് ഓഫ് ഹ്യൂമർ, രഞ്ജീസ് മാജിക് ബാറ്റ്, ഡോർസ് ഓഫ് ഡെയറിംഗ്. ഇതിൻ്റെ അകത്ത് തന്നെ മിസ് പറയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, അതുപോലെ തന്നെ ട്രിപ്പ് ടു ഹോട്ട് സ്പ്രിംഗ് ആൻഡ് രഞ്ജീസ് മാജിക് ബാറ്റ്. ഈ 3 ലെസൺസിനകത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ട്രിപ്പ് ടു ഹോട്ട് സ്പ്രിംഗ്, രഞ്ജീസ് മാജിക് ബാറ്റ്, ഇതിൻ്റെ അകത്തുനിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പോയംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം പറയാൻ വേണ്ടി കഴിയുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്? സോ മക്കളെ, ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് ഒരു പാസേജ് കോംപ്രഹെൻഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത, നിങ്ങൾ ഇതുവരെ കാണാത്ത ഏതെങ്കിലും ഒരു പാസേജ്, ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു പോയമോ എന്തെങ്കിലും തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് 4-5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻസിനകത്ത് 2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. MCQ, അതായത് ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരുന്നതായിരിക്കും കേട്ടോ. സോ അങ്ങനത്തെ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ട് അത് തന്നെയായിരിക്കും. ഇനി അടുത്തത് നമുക്ക് ചാൻസ് ഉള്ളത് തോട്ട്സിൻ്റെ അത് നല്ല സാധ്യതയുള്ളത് ഞാൻ പറയുന്നു. ഹെലൻ കെല്ലറുടെ തോട്ട്സ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഹെലൻ കെല്ലറുടെ തോട്ട്സ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഹെലൻ കെല്ലറിലെ അവരുടെ തോട്ട്സ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് ഡയറി എൻട്രിക്ക് ഇപ്രാവശ്യം നമുക്ക് ചാൻസ് കൊടുക്കാൻ പറ്റുന്നത് ടോട്ടോ ചാൻ്റെ ഡയറി എൻട്രി. ഓക്കെ, ടോട്ടോ ചാൻ്റെ ഒരു ഡയറി എൻട്രി, ഇത് നല്ല ഷുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ടോട്ടോ ചാൻ്റെ ഡയറി എൻട്രി. ഇനി അടുത്തത് ഇമെയിൽ മേ ബി രഞ്ജിന്റെ ഫ്രണ്ടിന് അയക്കുന്നോ അല്ലെങ്കിൽ ടോട്ടോ ചാൻ അവളുടെ ഫ്രണ്ടിന് അയക്കുന്നോ ആയിട്ടുള്ള ഒരു ഇമെയിൽ ചോദിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളി കളയാൻ പറ്റില്ല. നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമെയിൽ ഓർ ലെറ്റർ എന്നുള്ള പോലെയാണ് വരിക കേട്ടോ. ഒന്നെങ്കിൽ ഇമെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, ലെറ്ററിനെക്കാളും കൂടുതൽ സാധ്യത ഇപ്പൊ നമുക്ക് ഇമെയിൽ ആണ്. കാരണം കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ലെറ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്രാവശ്യം നമുക്ക് ഇമെയിൽ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടർ സ്കെച്ച്. മിസ് പറയുന്നു ഇപ്രാവശ്യം ക്യാരക്ടർ സ്കെച്ച് മക്കളെ രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ രഞ്ജിയുടെയാണ് ചോദിക്കുക. കാരണം കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ടോട്ടോ ചാൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ രഞ്ജി ആൻഡ് വെറുതെ ഒരു പോസിബിലിറ്റിക്ക് ഞാൻ മിസ്റ്റർ കുമാറിനെയും കൂടെ ഒന്ന് പറയാണ് കേട്ടോ. നമുക്കൊരു പ്രതീക്ഷ, അതായത് ഇൻ കേസ് ചോദിച്ചാലോ രഞ്ജി ആയിരിക്കും മിക്കവാറും ചോദിക്കുക. എന്നാലും മിസ്റ്റർ കുമാറിനെ കൂടെ നമ്മളൊന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് എഡിറ്റിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും മക്കളെ. എഡിറ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് ഒരു ടെൻസ് മാറ്റാനായിരിക്കും. അതായത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ടെൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത് പാസ്റ്റ് ടെൻസിലുള്ളതായിരിക്കും. സോ നിങ്ങൾക്ക് ടെൻസ് മാറ്റാനുള്ള ഒരു കാര്യം വരും. അതുപോലെ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, ഒരു ക്യാപിറ്റൽ ലെറ്റർ മാറ്റാനുള്ളത് വരും, അതുപോലെ തന്നെ വേർഡ്സിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചു വിടാനുള്ളത് വരും. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇതേപോലെ തന്നെ മിസ് ഇതിനകത്ത് ആഡ് ചെയ്യാത്ത ഒന്നാണ് ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ. ഈ ഒരു ക്വസ്റ്റ്യനും നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഇവന്റ് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു നോട്ടീസ്, ഒരു നോട്ടീസ് എന്നുള്ള രീതിക്കും അത് ചോദിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് മിസ്സിന്റെ പ്രഡിക്ഷൻസ്. ഇതിന്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വേണം, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കോഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ഇന്നത്തെ 7 മണിന്റെ ലൈവ് നിങ്ങൾ കാണുക. ആ ലൈവില് മിസ് എല്ലാ ക്വസ്റ്റ്യൻസും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിയുള്ള ലൈവും അതേപോലെ തന്നെ നാളെ രാവിലെ ഏർലി മോർണിംഗിലുള്ള നമ്മുടെ റോക്കറ്റ് റിവിഷനും കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പക്ക ആക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പൊ നമുക്ക് ലൈവിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.